സിസ്റ്റം മൈൻഡ് സെറ്റും ഹസ്റ്റിൽ മൈൻഡ് സെറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? സിസ്റ്റം മൈൻഡ് സെറ്റ് ഫ്രീഡം. സിസ്റ്റം മൈൻഡ് സെറ്റ് കൊണ്ട് ഓണറുടെ ഫ്രീഡം മാത്രമല്ല, എംപ്ലോയീസിൻ്റെയും ഫ്രീഡമാണ്. സ്മാർട്ടാണ്. ഇപ്പം നമ്മൾ അവതരിപ്പിച്ചൊരു മാർക്കറ്റ് ഉണ്ട്, ODA മാർക്കറ്റ്. ഓഫ്ലൈൻ പ്ലസ് ഡിജിറ്റൽ പ്ലസ് AI സ്മാർട്ട്. പലരും പറഞ്ഞു AI വന്നതുകൊണ്ട് ഇനി AIയിലാണ്. മുമ്പ് ഡിജിറ്റൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഡിജിറ്റലിലാണ്. ഡിജിറ്റലിൽ വേണം, AIയിലും വേണം, പക്ഷെ ഓഫ്ലൈൻ വേണ്ടതല്ല. മനസ്സിലായോ? അതായത് വെരി ഡിഫിക്കൽട്ടായി കൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് ലെവലാണിത്. കാരണം ഇനിയിപ്പോൾ AI വന്നു ഡിജിറ്റൽ വേണ്ട എന്നാണ് ഇപ്പോൾ പല ആളുകളും പറയുന്നത്. പക്ഷേ നമുക്ക് ഓഫ്ലൈനും വേണം, ഡിജിറ്റലും വേണം, അതേപോലെ AIയും വേണം. എങ്കിലേ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റ് എന്നല്ല, ഈ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് എന്താവുകയുള്ളൂ, ആ മാർക്കറ്റ് സ്മാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീഡമാണ്. നമുക്ക് AI ടൂൾ ഉപയോഗിക്കുന്നത് ഫ്രീഡമാണ്, CRM ഉപയോഗിക്കുന്നത് ഫ്രീഡമാണ്. ഇപ്പോൾ ഞാൻ 999 കോഴ്സ്, ഒരു 1-to-1 കോഴ്സ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് 999. ഈ 999 സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് താല്പര്യം അറിയിച്ച് വരുന്ന ആൾക്ക് 199 പേയ്മെൻറ്റ് ചെയ്താൽ തന്നെ ഒരു PDF അയക്കും, ഒരു സെയിൽസ് പൈപ്പ് ലൈൻ ആണ്. ആ സെയിൽസ് പൈപ്പ് ലൈൻ അയച്ചിട്ട് അതിൻ്റെ വോയിസും അയച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ആ ഒറ്റ പൈപ്പ് ലൈൻ സർവീസ് സെക്ടർ ഉപയോഗിച്ചാൽ തന്നെ അവർക്ക് അവരുടെ ലീഡ്സ് ക്ലോസ് ആവുകയാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ ODA മാർക്കറ്റ് വരികയാണ്. അപ്പോൾ ബിസിനസ് പ്ലാൻ ചെയ്ത് വേണം കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ സിസ്റ്റം മൈൻഡ് സെറ്റ് എനിക്ക് വളരെ സന്തോഷത്തോട് പറയാനുള്ളത് ഫ്രീഡമാണ്. ആ ബിസിനസ്സിലുള്ള എംപ്ലോയിക്കും എംപ്ലോയറിനും ഫ്രീഡമാണ്. ഫ്രീഡം കൊതിക്കുന്ന എല്ലാവരുടെ ആഗ്രഹം എന്താ? അവരില്ലാതെ ബിസിനസ് ചലിക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ആ ചലിക്കലിന് വേണ്ടി ഇന്ന് എന്നും എപ്പോഴും പറയാവുന്ന ഒരൊറ്റ വാക്കാണ് ഹസ്റ്റിൽ. ഈ തിരക്ക് എന്ന് പറയുന്നത് ഒഴിവായിട്ട് ഒരു ഓണർക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് CGOയിൽ കമ്മിറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ വിളിക്കുമ്പോഴൊക്കെ തിരക്കിലാണ്. 3 മണിക്കൂറത്തെ ഒരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ അവരുമായി ഡീൽ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോൾസുകൾ വരികയാണ്. ആ സമയത്തും ഈ 12 സ്റ്റാഫിനടുത്ത് നാം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമുക്ക് ആ തിരക്കുകളില്ലാതെ ഒരു 3 മണിക്കൂർ അവരുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത് എൻ്റെ ബിസിനസ്സിലെ സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ ഈ തിരക്കിൽ നിന്നും റെസ്ക്യൂ ചെയ്യുന്നു, രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. താങ്ക് യു സോ മച്ച് അഫ്സൽ സാർ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെയാണ് ബിസനിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ബിസനിൽ ഞാനുമായി കാണാൻ പറ്റുന്ന ഒരുപാട് വഴികളുണ്ട്, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ 699 രൂപയ്ക്ക് 1-to-1 സെഷനിലൂടെ ഇൻടേക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഈ സെഷനിലൂടെയും ചെയ്യാം. ഇൻടേക്ക് ഫോം ഉണ്ട്, ആ ഫോം സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ CGO അല്ലെങ്കിൽ 699 1-to-1 സെഷൻ, ഇതിലേതിലാണെങ്കിലും ഒന്ന് അവരും ഞാനും തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരു 1 hour ഇരിക്കേണ്ടി വരും. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ 4 ലെവലിൽ ഏതാണ് അവർക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുക. അങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു ടോക്കല്ല, സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അവരും തമ്മിൽ ഇരുന്നുകൊണ്ടാണ് തീരുമാനിക്കുക. അങ്ങനെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ ബിസിനസ് എന്നത് എപ്പോഴും എന്നും ഒരുപോലെയല്ല. അഡോപ്ഷൻ കർവിനനുസരിച്ച് കുറഞ്ഞും കൂടിയും ചരിഞ്ഞുമൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഈ ബിസിനസ്സിൽ നിങ്ങൾ സിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ ടീമിനെ നിങ്ങൾ അതൊരു ഹാബിറ്റാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കണം. തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റബിൾ ഗ്രോത്ത് നിങ്ങളുടെ ബിസിനസ്സിലും ഉണ്ടാകും. എല്ലാവരുടെയും ബിസിനസ് തഴച്ചു വളരട്ടെ. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.